തവനൂർ എം.എൽ.എ. കെ.ടി. ജലീൽ ഫേസ്ബുക്കിൽ ഒരു കുറിപ്പ് എഴുതിയിട്ടുണ്ട്. ഒക്ടോബർ 2-ാം തീയതി ഗാന്ധി ജയന്തിയുടെ അന്ന് അദ്ദേഹത്തിൻ്റെ ഒരു പുസ്തക പ്രകാശനത്തെ കുറിച്ചാണ് ആ കുറിപ്പ്. പുസ്തക പ്രകാശനം നടത്താൻ പോകുന്നത് ജോൺ ബ്രിട്ടാസ് എം പി ആണ്. പുസ്തക പരിചയം എം നാരായണനും പിന്നെ പത്മശ്രീ റാബിയാണ് പുസ്തകം ഏറ്റുവാങ്ങുന്നത്. സ്വർഗസ്ഥനായ ഗാന്ധിജി എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. ഒക്ടോബർ 2 ബുധൻ രാവിലെ 10 മണിക്ക് തന്നെ എല്ലാവരും എത്തണം. വളാഞ്ചേരി കാവുംപുറത്തുള്ള പാറയ്ക്കൽ ഓഡിറ്റോറിയത്തിലാണ് പ്രകാശന ചടങ്ങ്. ആരുണ്ടായാലും ഇല്ലെങ്കിലും ഏറെ പ്രിയപ്പെട്ടവരുടെ സാന്നിധ്യമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കുറിപ്പ്. അതിനുശേഷം പിന്നെ ഒരു 2 ലൈൻ വളരെ പ്രാധാന്യമുള്ളതാണ്. അതിൽ അദ്ദേഹം പറയുന്നു, സമകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളിലേക്കുള്ള പ്രതികരണം വൈകുന്നേരം 4:30 എന്ന് പറഞ്ഞാണ് അദ്ദേഹത്തിൻ്റെ കമൻറ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സമകാലിക രാഷ്ട്രീയ സംഭവങ്ങളെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഒക്ടോബർ 2-ാം തീയതി വൈകുന്നേരം 4:30 കിട്ടുമെന്ന് അദ്ദേഹം വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഒക്ടോബർ 2-ാം തീയതി വൈകുന്നേരം 4:30 കെ.ടി. ജലീലിൻ്റെ വക പ്രതികരണം ഉണ്ടാകും. അദ്ദേഹം പത്രസമ്മേളനം വിളിച്ച് മാധ്യമപ്രവർത്തകരെ നേരിട്ട് വിളിച്ചാണ് കാര്യം പറയാൻ പോകുന്നതെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതിനൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട കുറച്ച് കാര്യമുണ്ട്. ഈ പോസ്റ്റിന് താഴെയുള്ള 3 കമൻറ്റുകൾക്ക് അദ്ദേഹം മറുപടി നൽകിയിട്ടുണ്ട്. കെ.ടി. ജലീൽ എം.എൽ.എ. മറുപടി നൽകിയിട്ടുണ്ട്. ആ 3 കമൻറ്റുകളും വായിക്കാം, ആ 3 മറുപടികളും ഒന്ന് വായിക്കാം. അതിൽ ആദ്യത്തെ കൊടുത്ത അദ്ദേഹത്തിൻ്റെ മറുപടി എന്ന് പറഞ്ഞാൽ റഫീഖ് പാറയ്ക്കൽ എന്ന വ്യക്തിക്കാണ് അദ്ദേഹത്തിൻ്റെ മറുപടി വന്നിട്ടുള്ളത്. റഫീഖ് പാറയ്ക്കൽ ലീഗിൻ്റെ പ്രവർത്തകനാണ്. അദ്ദേഹത്തിൻ്റെ കെ.ടി. ജലീലിൻ്റെ തന്നെ മുൻ സഹപ്രവർത്തകനാണെന്നും ആ മറുപടിക്കകത്ത് അദ്ദേഹം കെ.ടി. ജലീൽ തന്നെ പറയുന്നുണ്ട്. അതിൽ റഫീഖ് പാറയ്ക്കൽ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ആത്മസുഹൃത്തിൻ്റെ ധാർമ്മിക രാഷ്ട്രീയ പോരാട്ടത്തെ പോലും സ്വന്തം താല്പര്യങ്ങളുടെ മാർക്കറ്റിങ്ങിനായി ഉപയോഗിക്കുകയായിരുന്നുവെന്ന് ജനം പറയാതിരിക്കാൻ താങ്കൾ അന്ന് വൈകുന്നേരം നടത്തുന്ന പത്രസമ്മേളനത്തിൽ ശ്രദ്ധിക്കുമെന്ന് കരുതുന്നു. മറിച്ചാണെങ്കിൽ വീണ്ടും ഒരു രാഷ്ട്രീയ ഒറ്റുകാരൻ എന്ന ലേബൽ താങ്കളുടെ നെറ്റിയിൽ താങ്കളെ പിന്തുണച്ചിരുന്നവരും ഒട്ടിച്ചു വെക്കുമെന്ന് ഉറപ്പ് എന്ന് പറഞ്ഞാണ് റഫീഖ് പാറയ്ക്കലിൻ്റെ ആ കമൻറ്റ്. അദ്ദേഹത്തിൻ്റെ പഴയ കാര്യം എന്ന് വെച്ചാൽ 2006 ലീഗുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചാണ് 2006 ഇടത് സഹയാത്രികയാകാൻ വേണ്ടി കെ.ടി. ജലീൽ വരുന്നു. കുറ്റിപ്പുറത്ത് പി.കെ. കുഞ്ഞാലിക്കുട്ടിയെ പരാജയപ്പെടുത്തി എം.എൽ.എ. ആവുന്നു. അത് കേരള രാഷ്ട്രീയത്തിൽ തന്നെ വളരെ സുപ്രധാനമായ ഒരു നീക്കമായിരുന്നു. ആ അതോടെയാണ് മലപ്പുറത്ത് ലീഗിൻ്റെ പുറമോട്ട് പോക്ക് ആരംഭിച്ചത്. അതുകൊണ്ട് തന്നെ അന്നോട്ട് ലീഗുകാർ വഞ്ചകൻ എന്നാണ് ജലീലിനെ വിളിക്കുന്നത്. ഇപ്പോൾ അൻവറിനെ പിന്തുണച്ച് വരികയാണെങ്കിൽ ജലീലിനെ ഇടതുപക്ഷ പ്രവർത്തകരും വഞ്ചകനെന്ന് വിളിക്കുമെന്നാണ് റഫീഖ് പാറയ്ക്കലിൻ്റെ ഉപദേശം. അതിന് ജലീൽ മറുപടി കൊടുക്കുന്നുണ്ട്. അതിങ്ങനെയാണ്: പുസ്തക പ്രകാശനത്തിൽ പുസ്തകത്തിൻ്റെ ഉള്ളടക്കമായിരിക്കും ചർച്ചയാവുക. പത്രക്കാരെ കാണുന്നത് വൈകുന്നേരം 4:30 നേടിയതൊന്നും ആരെങ്കിലും ഒറ്റ കൊടുത്തിട്ടല്ല, നേർക്കുനേർ പോരാടി നേടിയതാണ്. മുകളിൽ ആകാശവും താഴെ ഭൂമിയുമുള്ളവന് പടച്ച തമ്പുരാനെ അല്ലാതെ ആരെ പേടിക്കാൻ. പ്രതികരണം താങ്കൾ ഉദ്ദേശിക്കും പോലെയാണെങ്കിൽ വിപ്ലവകരവും, മറിച്ചാണെങ്കിൽ ഒറ്റുകാരൻ്റേതാണെന്നുമുള്ള മുൻധാരണയാണ് തെറ്റ്. എല്ലാം ഗാന്ധി ദിനത്തിൽ 4:30 കേൾക്കാം. ധർമ്മയുദ്ധത്തിൽ ചതി ആകാമെന്നല്ലേ കുരുക്ഷേത്ര യുദ്ധവും ബദറും ഉഹദും കുരിശ് യുദ്ധങ്ങളും നമ്മെ പഠിപ്പിച്ചത്. ക്ഷമയോടെ കാത്തിരിക്കുക. എൻ്റെ കോളേജ് സുഹൃത്തിന് പുസ്തക പ്രകാശന പരിപാടിയിലേക്ക് സ്വാഗതം എന്ന് കൂടി അദ്ദേഹം കൂട്ടിച്ചേർക്കുന്നുണ്ട്. റഫീഖ് പാറയ്ക്കലിനെ ആ പരിപാടിയിലേക്ക് അദ്ദേഹം ക്ഷണിക്കുന്നുമുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ധർമ്മയുദ്ധത്തിൽ ചതിയാകാമെന്നല്ലേ കുരുക്ഷേത്ര യുദ്ധവും ബദറും ഉഹദും കുരിശ് യുദ്ധങ്ങളും നമ്മെ പഠിപ്പിച്ചെന്ന് അദ്ദേഹം തിരിച്ചു ചോദിക്കുന്നുമുണ്ട്. ഒരു കുരിശ് യുദ്ധം അദ്ദേഹം 2006 നടത്തിയിരുന്നു. ഇനി 2024 അദ്ദേഹം എന്തായിരിക്കും പറയാൻ പോകുമെന്ന് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഇത് മാത്രമല്ല, അദ്ദേഹം മറുപടി കൊടുത്ത് വേറെ 2 പേർ കൂടി അദ്ദേഹം മറുപടി കൊടുക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് സുമേഷ് കെ.ആറിനും അദ്ദേഹം മറുപടി കൊടുക്കുന്നുണ്ട്. അതിന് സുമേഷ് കെ.ആർ പറയുന്ന കാര്യം ഇങ്ങനെയാണ്: അങ്ങേ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അങ്ങേ ഈ പാർട്ടി നിസ്കരിക്കാൻ ഹജ്ജിന് പോകാൻ വിലക്കിയിട്ടുണ്ടോ? ഉണ്ട് എങ്കിൽ തുറന്നു പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാണ് അഡ്വക്കേറ്റ് കെ.ആർ. സുമേഷിൻ്റെ ചോദ്യം. അതിന് വ്യക്തമായിട്ട് ജലീൽ പറയുന്നുണ്ട്, ബുധനാഴ്ച വൈകുന്നേരം 4:30 എല്ലാ കാര്യം തുറന്നു പറയുമെന്ന്. ഇത് മാത്രമല്ല, ജാഫർ അയ്യപ്പള്ളി എന്ന് പറയുന്ന ഒരു ലീഗ് പ്രവർത്തകനും വ്യക്തമായ മറുപടി കൊടുക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രകാശന ചടങ്ങിൽ CPM മലപ്പുറം ജില്ലാ സെക്രട്ടറി കൂടി ക്ഷണിക്കാമായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ചോദ്യം. അതിന് കെ.ടി. ജലീലിൻ്റെ മറുപടി ലീഗിൻ്റെ സെക്രട്ടറിക്ക് വരെ വരാമെന്നാണ്. അങ്ങനെ സുപ്രധാനമായിട്ട് അദ്ദേഹം മറുപടി കൂടി നൽകുന്നുണ്ട്. 4:30 ഒക്ടോബർ 2-ാം തീയതി ഗാന്ധി ജയന്തിയുടെ അന്ന് വൈകുന്നേരം 4:30 കുറച്ച് കാര്യങ്ങൾ അദ്ദേഹം തുറന്നു പറയുമെന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. അത് എന്തായിരിക്കുമെന്ന് അന്ന് വൈകുന്നേരമേ അറിയാൻ പറ്റത്തുള്ളൂ. പക്ഷേ എന്നിരുന്നാലും തൻ്റെ നിലപാട് അന്ന് വ്യക്തമാക്കുമെന്നാണ് കെ.ടി. ജലീൽ പറഞ്ഞിട്ടുള്ളത്. അത് മലപ്പുറത്തെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് വളരെ സുപ്രധാനമായിരിക്കും. എന്തൊക്കെയായാലും അൻവർ പറഞ്ഞ പോലെ ആയിരിക്കത്തില്ല എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.
എന്തൊക്കെയാലും ജലീൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, ഒക്ടോബർ 2 തീയതി വൈകുന്നേരം 4:30 താൻ പത്രസമ്മേളനം നടത്തും. പത്രസമ്മേളനത്തിൽ കാര്യങ്ങളെല്ലാം വിശദമാക്കുമെന്ന്.